നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയുടെ പരാതി ഫിഫ തള്ളിയിരിക്കുന്നു. ഒളിമ്പിക്സിലെ അർജന്റീനയും മൊറോക്കോയും തമ്മിൽ നടന്ന മത്സരത്തിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അർജന്റീന ഫിഫയ്ക്കൊരു പരാതി കൊടുത്തിരുന്നു. ഔദ്യോഗികമായിട്ട് അക്കാര്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കി ആരാധകരെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ ആ പരാതി തള്ളിയിരിക്കുകയാണ്. അക്കാര്യം കൺഫേം ചെയ്തുകൊണ്ട് അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഫിഫയോട് വിശദീകരണം തേടിയിരിക്കുന്നു. എന്തുകൊണ്ട് തള്ളി എന്നുള്ളതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ക്ലോഡിയോ ടാപ്പിയയുടെ ആ ട്വീറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ദി ഫിഫ ഡിസിപ്ലിനറി കമ്മീഷൻ നമ്മുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് ആ കംപ്ലൈൻറ്റ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത ആ പരാതി റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ റൈറ്റ്സ് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിഫയിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നത് ആരാഞ്ഞിട്ടുണ്ട്. അതിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പീൽ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് എന്നാണ് ഇപ്പോൾ ക്ലോഡിയോ ടാപ്പിയ പറഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇതിൽ സംഭവിക്കാൻ പോകുന്നില്ല. കളിയുടെ റിസൾട്ട് അങ്ങനെ തന്നെ ആയിരിക്കും, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ഏതായാലും അർജന്റീന തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ ഇറാഖിനെ തോൽപ്പിച്ചുകൊണ്ട് വിജയ വഴിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. അടുത്ത മത്സരം വിജയിക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് സ്വാഭാവികമായിട്ടും അടുത്ത റൗണ്ടിലേക്ക് കടക്കാനും പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി എത്താം.